പ്രതിസന്ധിയിലായ സപ്ലൈകോയിൽ നടക്കുന്നത് വൻ തട്ടിപ്പുകൾ. മലപ്പുറത്ത് 8ഉം കൊല്ലത്ത് 4ഉം ജീവനക്കാർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. രണ്ടിടത്തായി കണ്ടെത്തിയത് കോടികളുടെ ക്രമക്കേട്. സപ്ലൈകോ ഉദ്യോഗസ്ഥരും കരാറുകാരുമായി ചേർന്നാണ് തട്ടിപ്പെന്നും കണ്ടെത്തൽ. ബിനിൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബിനിൽ, സപ്ലൈകോയിൽ സപ്ലൈ ചെയ്യാൻ എന്തായാലും സാധനങ്ങളൊന്നുമില്ല. പിന്നെ ഈ കോടികളുടെ ക്രമക്കേട്, എന്താണ് ഈ തട്ടിപ്പ്, എങ്ങനെയാണ് നടക്കുന്നത്? ആര്യ, സപ്ലൈകോയുടെ കാര്യം പരമദയനീയമാണെന്ന് പറയേണ്ടി വരും. കാരണം നമ്മളിപ്പോൾ സപ്ലൈകോയിലേക്ക് ചെന്നാൽ അവിടെ ഒരു സാധനവും കിട്ടാനില്ല, റാക്കുകളൊക്കെ ഒഴിഞ്ഞു കിടക്കുന്നു. അതിനിടയിലാണ് മറുവശത്തുകൂടി സപ്ലൈകോ ജീവനക്കാർ തന്നെ വലിയ തട്ടിപ്പുകൾ നടത്തി ആ സ്ഥാപനത്തെ മുച്ചൂടും മുടിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഇന്നലെ മാത്രം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 2 കേസുകളാണ്. ഒന്ന് മലപ്പുറത്തും മറ്റൊന്ന് കൊല്ലത്തും. ഈ 2 കേസുകളിലുമായി നിരവധി ജീവനക്കാർ പ്രതികളായി വരുന്നു എന്നതൊരു പ്രത്യേക കാര്യമാണ്. മലപ്പുറത്ത് 8 ജീവനക്കാരും കൊല്ലത്ത് 4 ജീവനക്കാരും പ്രതികളായി വരുന്നു. സ്ത്രീകളടക്കമുള്ള ഈ ജീവനക്കാരാണ് ഇതിൽ പ്രതിസ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഗോഡൌണുകളിൽ ഈ പൊതുവിതരണത്തിനുള്ള സാധനങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നതിലാണ് വലിയ ക്രമക്കേട് നടന്നിരിക്കുന്നത്. ഏതാണ്ട് 1 വർഷത്തോളമൊക്കെ നീണ്ടു നടന്നിട്ടുള്ള തട്ടിപ്പുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരികയും സപ്ലൈകോയുടെ പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. മലപ്പുറം തിരൂർ ഡിപ്പോയിലെ ഗോഡൌണിലാണ് വലിയ തട്ടിപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. അവിടെ ഏതാണ്ട് 2,78,00,000 രൂപയുടെ സാധനങ്ങൾ നഷ്ടമായിട്ടുണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ 8 ജീവനക്കാർ പ്രതികളായി വന്നിരിക്കുന്നു. കൊല്ലം കടക്കലിലാണ് മറ്റൊരു തട്ടിപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. അവിടെ ഏതാണ്ട് 1 വർഷം നീണ്ട സാധന സാമഗ്രികളുടെ കണക്കെടുപ്പിൽ 55 ലക്ഷം രൂപയുടെ സാധനങ്ങളുടെ കുറവാണ് കണ്ടെത്തിയിരിക്കുന്നത്. എല്ലായിടത്തും ഈ സപ്ലൈകോയുടെ ജീവനക്കാരും ഇതിൻ്റെ പലതരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പുറം കരാറുകാരുമുണ്ട്. ഇവരെല്ലാവരും ചേർന്നിട്ടുള്ള ഒരു നെക്സസ് ആണ് ഈ പൊതുവിതരണത്തിന് നൽകേണ്ട സാധനങ്ങൾ മറിച്ച് കൊണ്ടുപോയി വലിയ തട്ടിപ്പുകൾ നടത്തിയിരിക്കുന്നത്. അങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ്. നമുക്കിപ്പം ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ MK ഹരിദാസ് ഉണ്ട്, പ്രോപ്പർ ചാനലിലെ പ്രതിനിധീകരിച്ച് പൊതുപ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹം. ശ്രീ MK ഹരിദാസ്, സപ്ലൈകോയുടെ സ്ഥിതി എന്താണെന്ന് പൊതുജനങ്ങൾക്കെല്ലാം അറിയാം. കാരണം ഒരു തരത്തിലുള്ള സാധനങ്ങളും ഒരിടത്തെയും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ കിട്ടാനില്ല, അവശ്യ വസ്തുക്കൾ ലഭിക്കാനില്ല. അത് സാധാരണക്കാരൊക്കെ വലിയ പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ കരാറുകാരും അതോടൊപ്പം തന്നെ സപ്ലൈകോയിലെ തന്നെ ജീവനക്കാരും ചേർന്നുള്ള ഈ ക്രമക്കേടിന്റെ വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് കോടികളുടെ തട്ടിപ്പാണ്. ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഈ ഒരു ക്രമക്കേടാണ്. അതായത് ഈ പലയിടത്തും വെയർ ഹൗസുകളിൽ നിന്ന് സാധനങ്ങൾ കണക്കെടുക്കുമ്പോൾ അവിടെ സാധനങ്ങളില്ല, സാധനങ്ങൾ സൂക്ഷിക്കുന്ന ഗോഡൌണുകളിൽ നിന്ന് സാധനങ്ങൾ മാറ്റിയുള്ള ക്രമക്കേടാണ്. എന്താണ് പറയുക ഇതിനൊക്കെ? ഇത് എന്താ വെച്ചാൽ നമ്മുടെ ഈ സൗജന്യ ഭക്ഷ്യക്കിറ്റ് കൊടുത്തായിരുന്നല്ലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 2021 തെരഞ്ഞെടുപ്പിന് മുമ്പ്. ആ സമയത്ത് ഞങ്ങളെപ്പോലുള്ള സാമൂഹ്യ പ്രവർത്തകരെ ഇത്തരത്തിലുള്ള വിവരാവകാശ നിയമപ്രകാരം കിട്ടിയ വിവരം വെച്ചിട്ട്, അതായത് സപ്ലൈകോ വാങ്ങിയ സാധനങ്ങളുടെ കണക്കും സപ്ലൈകോ കിറ്റ് വഴി വിതരണം ചെയ്തിട്ടുള്ള കണക്കും കൂടി നോക്കുമ്പോൾ ടണ്ണ് കണക്കിന് ധാന്യങ്ങളുടെയും അതുമാതിരി തന്നെ എണ്ണയുടെയും ഒക്കെ വ്യത്യാസം അന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്നത്തെ ഭക്ഷ്യവകുപ്പ് മന്ത്രിക്കൊക്കെ നിവേദനം കൊടുത്തിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് പറയാണ്, ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയിട്ടുള്ളതൊന്നുമല്ല. ഈ ഏല നക്കി നായയുടെ ചെറി നക്കി എന്ന് ഉള്ള ഒരു പഴഞ്ചൊല്ലിനെ അനുസ്മരിപ്പിക്കുമാറ് പാവം ഈ സപ്ലൈകോനെ ആശ്രയിച്ച് ജീവിക്കുന്ന പാവപ്പെട്ട മനുഷ്യരുടെ അന്നം മുട്ടിക്കുന്ന വിധത്തിലുള്ള ഈ ഉദ്യോഗസ്ഥ മാഫിയയും ഈ കരാർ മാഫിയയും കൂടി നടത്തുന്ന ഈ അഴിമതി ഇന്നും ഇന്നലെയും തുടങ്ങിയിട്ടുള്ളതൊന്നുമല്ല. ഇതിന്റെ വിഹിതം രാഷ്ട്രീയത്തിലത്തെ എല്ലാവർക്കും കൃത്യമായിട്ട് ചെല്ലുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇത് 1 രൂപയുടെയോ 2 രൂപയുടെയോ തട്ടിപ്പല്ല. അത് ഇതിന്റെ യഥാർത്ഥത്തിലുള്ള കണക്ക് പുറത്തു വന്നു കഴിഞ്ഞാൽ കേരളം ഞെട്ടും. സപ്ലൈകോ എന്ന് പറയുന്ന ദുർബലമായ സാമ്പത്തിക സ്ഥിതിയുള്ള ഒരു സ്ഥാപനത്തെ മറയാക്കിക്കൊണ്ട് അവിടുത്തെ ഉദ്യോഗസ്ഥരും ഈ കരാറുകാരും കൂടി വർഷങ്ങളായി നടത്തുന്ന ഒരു വലിയ തട്ടിപ്പാണ് മാതൃഭൂമി പോയി പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ഇത് ഞങ്ങളെപ്പോലുള്ളവർ കുറെ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ശ്രദ്ധിക്കാനും കേൾക്കാനും ആരുമില്ലാതെ പോയതിന്റെ പേരിൽ ഇത്തരത്തിലുള്ളൊരു സംഭവം ഇപ്പൊ നിങ്ങൾക്ക് പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞത് അഭിനന്ദനാർഹമായ ഒരു കാര്യമാണെന്ന് പറയുമ്പോൾ തന്നെ ഇതിന്റെ സത്യസ്ഥിതി പുറത്തു വരണം. കാരണം ഈ സർക്കാരിൽ നിന്ന് ജനങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഈ 13 സബ്സിഡി സാധനങ്ങളുടെ ഒരു ആനുകൂല്യം മാത്രമാണ്. വിലക്കയറ്റം പുറത്ത് നിയന്ത്രിക്കാൻ ഈ സർക്കാരിന് ഒന്നും ആയിട്ടില്ല എന്നുള്ളൊരു സാഹചര്യം നിലനിൽക്കെ അതിനെ പോലും അത്തരത്തിലുള്ളൊരു വിഷയത്തിൽ പോലും മണ്ണ് വാരിയിടുന്ന ഇത്തരം ഒരു മാഫിയ സപ്ലൈകോയെ കേന്ദ്രീകരിച്ചു ഈ ക്രമക്കേട് നടത്തുന്നത്. പൊതുവിതരണത്തിനായി എത്തിക്കുന്ന സാധനങ്ങളാണ്, അതിലാണ് ഈ തട്ടിപ്പ് സപ്ലൈകോയിൽ തന്നെ ജീവനക്കാരും കരാറുകാരും ചേർന്ന് നടത്തുന്നത്. ശരി, വളരെയധികം നന്ദി ശ്രീ MK ഹരിദാസ് സംസാരിച്ചതിന്.